നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് അത്യാവശ്യം പുളിയുള്ള മാങ്ങയും 5 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യമായ വറ്റൽമുളക്. എൻ്റെ ഈ ഉണ്ട മുളക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നീളത്തിലുള്ള മുളക് ഉണ്ടെങ്കിൽ ആ നീളത്തിലുള്ള വറ്റൽമുളക് ഉപയോഗിക്കുക, പിരിയമുളക് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാൻ ആവശ്യമുള്ള തേങ്ങ, ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ എടുത്ത് വെക്കുക. ആ ബൗളിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളാ എടുത്തിരിക്കുന്ന മാങ്ങയൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. അതിനുശേഷം ആ ചൂട് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഉപ്പ് കൂടണമെന്നില്ല, എന്നാലും ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മാങ്ങ ഇട്ട് മാങ്ങയ്ക്കൊരു വെള്ളത്തിൻ്റെ ചുവ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് ആ എരിവിന് ആവശ്യത്തിനുള്ള മുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ 2 മീഡിയം സൈസ് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടുവെള്ളവും ഉപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഇത് ബ്ലാൻഡ് ചെയ്യാനായിട്ട്, അതായത് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ട് അടച്ചു വെക്കാം. അത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളിയും ആ ഇഞ്ചിയും പിന്നെ ഒരു 2-3 കറിവേപ്പില അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിയുടെ പരുവം അറിയാമല്ലോ, ആ ഒരു പരുവത്തിൽ നമ്മൾ ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഈ സമയത്ത് ഉപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. ആ വെള്ളം ഡ്രെയിൻ ചെയ്താൽ ഞാൻ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട്, അതായത് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അരച്ച് കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും നമ്മുടെ മുളകും കൂടിയിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആകാൻ പാടില്ല, കുറച്ച് ചെറിയ ചെറിയ തരി വേണം മാങ്ങയുടെ ആ മുളകിൻ്റെയൊക്കെ. അപ്പോഴായിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് പുളി തന്നെ ആയിരിക്കും, കാരണം ഉപ്പ് നമ്മൾ ചേർത്ത് വെള്ളത്തിലുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അത് മൊത്തം നമുക്കിങ്ങനെ ഇതിനകത്തേക്ക് അരച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് പുളി കൂടുതൽ ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കൈകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങ കടിക്കാൻ കിട്ടിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ ചൂട് വെള്ളത്തിലിട്ട് ആ ഒരു ചെറിയ വെന്ത മാങ്ങയും നമ്മുടെ മുളകിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് വളരെ മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക്